നമസ്കാരം. പതിരും കതിരും. ഇന്നലെ ഊണിന് നെയ്മീൻ വേണ്ടെന്ന് വെച്ച് രാവിലെ മുതൽ നേർച്ചയും പ്രാർത്ഥനയുമായി കാത്തിരിക്കുകയായിരുന്നു ആ കുടുംബം. രാവിലെ പ്രഭാത ഭക്ഷണം കഴിച്ച് പോയി വരട്ടെ അച്ഛ എന്ന് പറഞ്ഞ് നിറമിഴിയോടെ ആ മകൾ പടിയിറങ്ങുമ്പോൾ അച്ഛൻ ആ മുഖത്ത് നോക്കാൻ കെൽപ്പില്ലായിരുന്നു. കൈവളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി തലയിൽ വെച്ചാൽ പേനരിക്കും തറയിൽ വെച്ചാൽ ഉറുമ്പരിക്കുമെന്ന മട്ടിൽ മകളെ വളർത്തിയതാണ് ഈ അച്ഛൻ. ഇപ്പോൾ ഈടി വരുന്നുണ്ടോ എന്നാണ് പേടി. കഴിഞ്ഞ തവണ വിളിച്ചപ്പോൾ വൈറൽ ഫീവറിൻ്റെ പേര് പറഞ്ഞ് പോകാതെയിരുന്നു. ഇനി ഒരിക്കൽ കൂടി പോകാതെ അവധിയെടുത്താൽ അവർ നേരത്തെ വന്നതുപോലെ വീട്ടിൽ കയറി വരുമോ എന്ന് ഭയം. ഇനി മൂടുനിരങ്ങൾ സമരം നടത്താനും കല്ലെറിയാനും ആരും ഉണ്ടാകില്ല എന്ന് മനസ്സിലായി. ഒടുവിൽ മകളെ ഈടിക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നു ആ അച്ഛന്. മരുമകൻ കൂടെ പോകുന്നു എന്നത് മാത്രമായിരുന്നു ഏക ആശ്വാസം. പക്ഷേ വഴിവെക്കിൽ ഇറക്കി വിടാൻ മാത്രമേ ആ മരുമകനും കഴിയുമായിരുന്നുള്ളൂ. എൻ്റെ ഭാര്യയെ ചോദ്യം ചെയ്ത് വിട്ടയക്കും വരെ ഞാൻ ഇവിടെ തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണ് ആ മരുമകൻ റോഡ് വക്കിൽ കുത്തിയിരിക്കാതിരുന്നത്? ഇരുന്നാൽ മാധ്യമങ്ങൾ തന്നെ വളയുമെന്നും മാസപ്പടി കേസിൽ താൻ മറുപടി പറയേണ്ടി വരുമെന്നും ആ മരുമകൻ ഭയന്നു. ഭാര്യയെ ചോദ്യം ചെയ്യാനെടുക്കുന്ന നേരം കൊണ്ട് അന്തരിച്ച നടൻ സലിംകുമാറിൻ്റെ വീട്ടിൽ പോയി ബന്ധുമിത്രാദികളെ ആശ്വസിപ്പിച്ച് വരാമെന്ന് കരുതി റിയാസ് അങ്ങോട്ട് പോയി. ഉള്ളു വിങ്ങി നിറയുമ്പോഴും ആ സങ്കടത്തിനിടയിലും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ കാണിച്ച മനസ്സ് നമ്മൾ കാണാതെ പോകരുതേ. അങ്ങനെ മാധ്യമപ്പടയ്ക്ക് നടുവിലൂടെ ആ മകൾ വീണാട്ടി ഈടിയുടെ മുമ്പിലേക്ക് നടന്നുപോയി. 1001 ചോദ്യാവലികൾ എഴുതിക്കൂട്ടി അവർ കാത്തിരിക്കുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ ഒന്നിനും മറുപടി എഴുതിയില്ല. ധിക്കാരപൂർവ്വം പേനയും ഉരുട്ടിക്കൊണ്ടിരുന്നു. പഠിച്ചിട്ടില്ലാത്ത കുട്ടി പല ചോദ്യങ്ങളും വിട്ടുകളയുന്നത് പോലെ. ചോദിച്ചതിനെല്ലാം തർക്കുത്തരവും ധിക്കാരവുമായിരുന്നത്രേ മറുപടി. ഉറൂബിൻ്റെ കഥാപാത്രമായ നാണിക്കുട്ടിയെപ്പോലെ ഞാൻ അംശാധികാരിയുടെ മകളാണെന്ന ഒരു ഭാവമായിരുന്നു ആ മുഖത്ത്. ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി ഭയന്നു. റെയ്ഡിന് വന്നപ്പോൾ തങ്ങളെ പാർട്ടിക്കാരെ കൊണ്ട് കൊല്ലാൻ നോക്കിച്ചതിൻ്റെ പ്രതികാരം ED ഉദ്യോഗസ്ഥരുടെ മുഖത്ത് മിന്നിമറയുന്നുണ്ടായിരുന്നു. രാവിലെ ഏതാണ്ട് 11 മണിക്ക് തുടങ്ങിയ ചോദ്യം ചെയ്യൽ പ്രക്രിയ അവസാനിച്ചത് 6.5 മണിക്കൂർ പിന്നിട്ടാണ്. ഇറങ്ങിയ ഭാര്യയെ പിക്ക് ചെയ്യാനായി ഭർത്താവ് കൃത്യസമയം തന്നെ എത്തി. വീർപ്പിച്ചു കെട്ടിയ മുഖവുമായി കാറിൽ കയറിയ വീണാട്ടിയോട് റിയാസ് ഒന്നുമേ ചോദിച്ചതില്ല. ചോദിച്ചാൽ ചിലപ്പോൾ പൊട്ടിത്തെറിച്ചാലോ എന്ന് ഭയന്നു. AKG സെൻറ്ററിൻ്റെ വിലാസത്തിൽ കള്ളക്കമ്പനി തുടങ്ങിയ ആ മകൾ ED ഓഫീസിൽ വന്നതും പോയതും കൈരളി ചാനലിൻ്റെ ആഡംബര വാഹനത്തിലായിരുന്നത്രേ. പാർട്ടി വീണാട്ടിയോട് പറഞ്ഞത് നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്നാണല്ലോ. പക്ഷേ ആ വഴിക്ക് പോകാനുള്ള കാറ് കൈരളിക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നു. മകൾ വരുന്നതും നോക്കി വാടക വീടിൻ്റെ ഉമ്മറത്തിരിക്കുകയായിരുന്നു അച്ഛനും അമ്മയും. രാത്രിയായിട്ടും മകളെ കാണാതായപ്പോൾ റാന്തലുമെടുത്ത് അച്ഛൻ പുറത്തേക്ക് നോക്കി നിന്നു. ഒടുവിൽ മകൾ വന്നു കയറി. അപ്പോഴാണ് സമാധാനമായത്. വന്നപാടെ അച്ഛൻ ചോദിച്ചു, എന്നെപ്പറ്റി അവന്മാർ വല്ലതും തിരക്കിയോ മകളെ? ചോദിച്ചു അച്ഛാ. ഞാൻ പറഞ്ഞു വീട്ടിൽ പോയി ചോദിക്കാൻ. അപ്പോൾ അവർ ഇതുവഴി വീണ്ടും വരില്ലേ എന്ന് അച്ഛൻ ഭയന്നു. നമ്മൾ സങ്കല്പിച്ചു കൂട്ടിയതുപോലെയുള്ള നിമിഷങ്ങളായിരിക്കുമോ ആ കുടുംബത്തിൽ സംഭവിച്ചത്? മകളെ ചോദ്യം ചെയ്യാൻ വിളിച്ചതിൻ്റെ സങ്കടത്തിലായിരുന്നുവോ പിണറായി വിജയൻ? ഇതൊക്കെ നമ്മുടെ തോന്നലുകൾ മാത്രമാണ് സുഹൃത്തെ. സുപ്രീം കോടതി 43 തവണ വാദം കേൾക്കാൻ മാറ്റിവെച്ച ലാവ്ലിൻ കേസ് പോലും ആവിയായി പോയിരിക്കുന്നു. ഇതും ആവിയാകാനേ തരമുള്ളൂ. പാർട്ടി ഭയം വേണ്ട ജാഗ്രത മതി എന്ന് പറഞ്ഞ് വീണമോളെ ചേർത്ത് പിടിച്ചപ്പോൾ ചാനലുകൾ ആ യുവതിക്കിട്ട പേര് വീണ വിജയൻ എന്നായിരുന്നു. ED മകൾക്ക് നോട്ടീസ് കൊടുത്തപ്പോൾ കക്ഷിയുടെ പേര് വീണ തൈക്കണ്ടിയായിരുന്നു. ED ഓഫീസിൽ ഹാജരായപ്പോൾ പേര് പിന്നെയും പരിഷ്കരിച്ചു, വീണാട്ടിയായി. പക്ഷേ വിവാഹിതയായ സ്ത്രീക്ക് എന്തുകൊണ്ടാണ് വീണ റിയാസ് എന്ന പേരില്ലാതെ പോകുന്നത്? കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാര്യമാർ ഒരിക്കലും ഭർത്താവിൻ്റെ പേരും ചുമ്മി നടക്കുന്നവരല്ല. അവർ സ്വത്വ രാഷ്ട്രീയത്തിൻ്റെ ആൾക്കാരാകുന്നു. PK ശ്യാമള ശ്യാമള ഗോവിന്ദനായില്ല. KK ശൈലജ ശൈലജ ഭാസ്കരനായില്ല. KK ലതിക ലതിക മോഹനുമായില്ല. ആര്യ രാജേന്ദ്രൻ ആര്യ സച്ചിനായില്ല. R ബിന്ദു ബിന്ദു വിജയരാഘവനായില്ല. പക്ഷേ വീണ കുര്യാക്കോസ് വിവാഹാനന്തരം വീണ ജോർജായി. അവിടെയാണ് വിപ്ലവത്തിൻ്റെ അത്ഭുതകരമായ പരിവർത്തനം. അതെന്തെങ്കിലും ആകട്ടെ, വീണ മാസപ്പടി വാങ്ങിയതിന് ഭർത്താവ് റിയാസ് എന്തു പിഴച്ചു? സംഗതി എന്തൊക്കെയായാലും ധാതുമണൽ കയറ്റി അയക്കുന്ന ഈ തുരപ്പൻ കമ്പനിക്ക് ഇങ്ങനെയൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത വകയിൽ വീണയുടെ അക്കൗണ്ടിലെത്തിയ കോടികളുടെ കഥ ആരും പറയാതെ തന്നെ ജനത്തിനറിയാം. അതിനിപ്പോൾ 2 രാത്രിയും 2 പകലും കൂടി ചോദ്യം ചെയ്താലും ജനത്തിൻ്റെ മനസ്സിലുള്ള ഉത്തരം ഒന്നേ ഉള്ളൂ.
ആ അച്ഛൻ്റെ മകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട യാതൊരു പണിയും അറിയില്ല. അമ്മയുടെ പെൻഷൻ കാശിന് നാട്ടുകാരെ പറ്റിക്കാൻ ഒരു കമ്പ്യൂട്ടർ തട്ടുകട തുടങ്ങി. അതിൽ മുതലാളിയും തൊഴിലാളിയും മെൻറ്ററും എല്ലാം ഒരാൾ തന്നെ. യാതൊരു സേവനവും തനിക്ക് ഈ കമ്പനിയിൽ നിന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കർത്താവ് ആ കരാർ ഉണ്ടാക്കിയത്. എനിക്കും എൻ്റെ പൊക്കണത്തിനും എന്ന് കേട്ടിട്ടില്ലേ? മകൾക്ക് എന്തെങ്കിലും കാശ് കർത്താവ് മാസപ്പടിയായി കൊടുക്കണമെങ്കിൽ അതിനൊരു കമ്പനി വേണമല്ലോ എന്ന് മാത്രമേ നിരീച്ചുള്ളൂ.